നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലായ മുല്ലാസ് കുചീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ കണവ തോരനാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളും പ്രിപ്പറേഷനും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കണവ നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തല ഭാഗവും അതിനകത്തുള്ള മഷിയൊക്കെ നീക്കം ചെയ്ത് നമുക്ക് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ കണവ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പീസുകളായി മുറിച്ചെടുക്കണം. തലയുടെ ഭാഗവും നമുക്ക് ചെറിയ പീസുകളായി മുറിച്ചെടുക്കണം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ നമുക്ക് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി ഒരു മൺചട്ടിയിലേക്ക് കണവ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി, ബാക്കി ഉപ്പ് നമുക്ക് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഇപ്പോൾ ഒരു 200 ml വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കണവയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കണവ വേവുന്നത് വരെ നമുക്ക് ഒരു ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 20 മിനിറ്റ് സമയം കണവ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. വേവ് ശരിയായില്ലെങ്കിൽ അല്പസമയം കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. നമ്മുടെ കണവ ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇനി നമുക്ക് കണവ മസാല പ്രിപ്പറേഷനിലേക്കായി ഏകദേശം ഒരു വലിയ പിടിയോളം ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് സവാള, 10-15 വെളുത്തുള്ളി, മണമുള്ള മുളകാണെങ്കിൽ വലിയ മുളക് 3 എണ്ണം, 2-3 വലിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമുക്കിത് നന്നായി വഴറ്റി ഏകദേശം ഒരു ബ്രൗൺ നിറമാക്കി എടുക്കേണ്ടതുണ്ട്. സവാള നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതും നന്നായി ഫ്രൈ ആവാൻ അനുവദിക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി മസാല ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി ഇത് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അല്പം തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്കായി ഞാൻ നല്ല 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായി അരയൊന്നും വേണ്ട, അല്പം ഒന്ന് ഗ്രൈൻഡ് ആയാൽ മതി. ഈ ഒരു പരുവത്തിന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടിരുന്ന കണവ നോക്കാം. അതിനകത്തെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അല്പം നനവൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇത് ഇട്ട് കൊടുത്ത് ആ നനവ് മാറ്റിയെടുക്കാം. നമുക്ക് ഈ വെള്ളമയം വറ്റി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് അല്പം ഗാർണിഷും കൂടെ ബാക്കിയുണ്ട്. നമുക്കിനി അതിലേക്ക് കടക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നുറുക്കി വെച്ചിരുന്ന തേങ്ങാ കഷ്ണങ്ങളുണ്ട്. ഇത് അല്പം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം.
ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തീയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കടുക് വറുക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളക് ഇട്ട് കടുക് വറുത്തെടുക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണവത്തോരനിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്.